എന്തുവാടാ ഇന്നീറാ? എടാ മലയാളി സ്വാമിയെ കാണാന്ന് പറഞ്ഞിട്ട് എന്നെ എങ്ങോട്ടാടാ കൊണ്ടുവന്ന്? മല കവിഞ്ഞ് താഴെ വീഴാറാടാ. ടാടാ മിണ്ടാരി, ഇവിടെ പറഞ്ഞ അങ്ങ് കേക്കാം. അങ്ങനെ ആ പ്രൂപ്പർ സ്വാമിയൊന്നും അല്ല, സിദ്ധനാ സിദ്ധൻ. പറഞ്ഞതാ. ഇവിടെ തൊഴണ്ട, അവിടെ പോയി തൊഴുതാ മതി. വാ ഇങ്ങോട്ട്. അയ്യോ സ്വാമി, സ്വാമി രക്ഷിക്കണേ. ഈ വൃത്തിയായിട്ടോ അതാരും തൂറായിരിക്കുന്നേ. വാ ഇങ്ങോട്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ മല കയറി വന്നതേ നല്ലൊരു ഉപദേശം കിട്ടും, ജീവിതം മെച്ചപ്പെടുമെന്ന് വിചാരിച്ചോണ്ടാ. ഇല്ലാത്ത പൈസ കൊടുത്ത് ഈ സാധനം മേടിച്ചതേ ബിസിനസ് ഒന്ന് പച്ചപിടിക്കുന്നു വെച്ചോണ്ടാ. എടാ 320 ഗുണമേടെ പൈൻ്റ് ഇല്ലേ, അതിനുള്ള ഉപദേശമൊക്കെ കിട്ടത്തോളൂ. എടാ അങ്ങനെ ബോധിധർമ്മന്റെ ആളല്ലേ? ആ വയനാട് ബോധകാർമെന്റ് ആളൊന്നും അല്ല, അങ്ങേരെ അടിച്ച് ബോധമില്ലാതെ നിൽക്കുക. നീ വാങ്ങിക്കോട്ട്. ഇത് അവിടെ വെച്ചിട്ട് തൊഴുതോണ്ടാക്കുന്ന മതി. ഇവിടെ അല്ലടാ, അവിടെ ചെല്ലടാ. സ്വാമി സ്വാമി ബിസിനസ് ആണ്, എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിക്കണേ. ശുംഭൻ 320ന്റെ പൈന്റുമായി വന്നേക്കുക. അതിനുള്ള ഉപദേശവും അനുഗ്രഹവും പ്രതീക്ഷ മതി. എണീറ്റ് മാറി നിൽക്കുക. പുള്ളി ചാടയാണോ അവിടെ? കണ്ണുറക്കുന്നില്ല. കണ്ണു ഉറക്കാതില്ലേ പുള്ളി 320 പൈന്റ് പറഞ്ഞ കേട്ടില്ലേ? നിനക്ക് എന്തൊരു വിശ്വാസം വന്നില്ല? മിണ്ടാതിരിടാ, കേക്ക്. സ്വാമി ബിസിനസ് ആണ്, എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞു കൊടുക്ക. ആവല്ലേ ബിസിനസ് എന്ന് പറയുമ്പോ പേര് പ്രജിത്ത്, ആയില്യം നക്ഷത്രം, പലചരക്ക് കട, എല്ലാം നാം അറിയുന്നുണ്ട്. പലചരക്ക് കടയല്ലേ, നഷ്ടത്തിലാവാതിരിക്കാൻ ഒരു ഉപദേശം മാത്രം തരാം. പല ചരക്കും വരും, കടം മാത്രം കൊടുക്കരുത്. ഈ മന്ത്രം മനസ്സിൽ 1000 തവണ ഉരുവിടുക. നഷ്ടത്തിലാവില്ല, പൊക്കോളുക. പിന്നെ അടുത്ത തവണ ഈ 320ന്റെ പൈന്റുമായി ഇങ്ങോട്ട് വരണ്ട. പുള്ളി പറഞ്ഞതിന്റെ അർത്ഥം എന്തോ എനിക്കൊന്നും മനസ്സിലായില്ലടാ. എടാ നിനക്ക് പലചരക്ക് കടയല്ലേ, പല ചരക്കും വരും, കട മാത്രം കൊടുക്കരുത്. സ്വാമി എന്തിടാ